ഇങ്ങനെ ബാലിക്ക് പോകാനുള്ള പരിപാടിയാണ്. എന്ത് ലച്ചു വഴി വരുന്നുണ്ട്. ബാഗൊക്കെ കൊച്ചിനെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കങ്കാരു ബാഗിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ബാലിക്ക് പോകാൻ വേണ്ടി ഞങ്ങളിപ്പോൾ കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് ഇമിഗ്രേഷന് പോവുകയാണ്. അപ്പം അപ്ഡേറ്റ്സ് പറയാം. ഓക്കെ, അമ്മ വീട് നടന്നു പോവുകയാണ്. അമ്മ വീണെ കയറാൻ 2 ബാഗൊക്കെ ആയിട്ട് അമ്മയും കൂടെ നോക്കി ഞങ്ങൾ നോക്കുന്ന അമ്മ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് കോലാലംപൂർക്ക് പോവുകയാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മുടെ നിത്താരക്കുട്ടി കുഴപ്പമൊന്നുമില്ല. പൈലറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുമായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അലമ്പുണ്ടാക്കുമോ, എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരി ഫ്ലൈറ്റിൽ കയറി കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് ഉറങ്ങി. പിന്നെ നമ്മൾ കോലാലംപൂർ എത്തി. അവിടെ നമുക്ക് ഈ ട്രോളി ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് കുറേ നേരം ക്യാരി ചെയ്യാനൊക്കെ പറ്റി. അതൊരു വലിയ ആശ്വാസമായിരുന്നു. അവിടെ ത്രൂ ഔട്ട് നമ്മൾ ഈ ട്രോളി വെച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് നമുക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അതുപോലെ തന്നെ അവിടെ നമുക്ക് നല്ല ലോങ് ലേ ഓവറായിരുന്നു കോലാലംപൂർ. പക്ഷെ കുഞ്ഞ് അവിടെയെല്ലാം നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളെവിടെ നിന്നാലും അവളും നമ്മുടെ കൂടെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഫുഡ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. നമുക്ക് ലോഞ്ചിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. നമ്മുടെ കാർഡ് അവിടെ വർക്ക് ചെയ്തില്ലായിരുന്നു. ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ ഞങ്ങൾക്ക് അവർ തന്നതാണ് ഈ ഒരു 3 ഫുഡ് കഴിക്കാൻ വേണ്ടി. തൽക്കാലം വിശപ്പടക്കാൻ വേണ്ടി അവരൊന്ന് തന്നതാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ 2 മണിക്കൂർ ഡിലേ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആയി. 10:40 കോലാലംപൂർ മലേഷ്യയിൽ നിന്ന് എടുക്കേണ്ട ബാലി ഫ്ലൈറ്റ് ഇപ്പം 1 മണിയായിട്ടും ഇവരെടുത്തിട്ടില്ല. അപ്പോൾ അതിന് ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി എയറേഷ്യ കൊണ്ട് തന്നാണ്. ഒരു കുപ്പി പച്ചവെള്ളവും 2 ബിസ്ക്കറ്റും. എങ്ങനെയുണ്ട്? ഇവിടെ ഒരു ചായക്ക് 220 രൂപ കൊടുക്കണം. ഡിലേ ആയതിൻ്റെ പേര് ഫുഡ് കഴിച്ച് 2,500 രൂപ പോയി. ഞങ്ങളാരായി? ശശി. കോലാലംപൂരിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുവാണ് ബാലിയിലോട്ട്. നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. കുറച്ച് നേരം പോസ്റ്റ് കിട്ടിയെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുഞ്ഞും വലിയ സീനില്ലാഞ്ഞുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇനിയും ഫ്ലൈറ്റ് കയറിയിട്ട് നമുക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ എന്നാലും ഫ്ലൈറ്റ് കയറി കഴിഞ്ഞിട്ടാണെങ്കിലും അവൾ ഈ സ്പിന്നൊക്കെ എടുത്ത് കളിച്ചൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ അങ്ങോട്ടും വലിയ പ്രശ്നമില്ലായിരുന്നല്ലോ. ഒരു ഫ്ലൈറ്റ് കയറിയിട്ടാണെങ്കിലും വലിയ പ്രശ്നമില്ലാഞ്ഞുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. നമ്മുടെ മലേഷ്യയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് ബാലിയിലോട്ട് പോവുകയാണ്. നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ, വിൻഡോ സീറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ബാലി ചെല്ലുമ്പോഴാണെങ്കിലും നല്ലൊരു വ്യൂ കിട്ടും. ഇങ്ങനെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് നേരിട്ട് ഇപ്പോൾ കാണാനുള്ളൊരു സമയമാണല്ലോ. അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ സ്പിന്നുള്ള കാരണം കുറേ ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുഞ്ഞ് കുറേ നേരം ഉറങ്ങി ഫ്ലൈറ്റിൽ കയറിയിട്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ആരും ഉറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാമായിരുന്നു. അതല്ല ഉച്ച സമയം കൂടെ ആയിരുന്നു. പക്ഷെ എന്നിട്ടും അവൾ ഉറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ബാലിയിലെത്തുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഗൈസ്. ഇത് അടിപൊളി വ്യൂ ആണ്. ഇങ്ങനെ ടെൻഷനിലായിരുന്നു നമ്മളിവിടെ എത്തുന്നിടം വരെ. കാര്യം നമുക്ക് ഫ്ലൈറ്റിൽ എങ്ങനെയാവും, നമ്മൾ തന്നെ ആകുമ്പോൾ നമുക്ക് ടെൻഷനില്ല. കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടാണോ, കുഞ്ഞ് ഫ്ലൈറ്റിൽ ഭയങ്കര കരച്ചിലായിരിക്കുമോ. എല്ലാവരും നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ പിള്ളേരിങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കൂടെയാണ്. അപ്പോൾ കുഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമോയെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ബാലി എത്തുന്നിടം വരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ബാലി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ടാക്സിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് അത്രയും ടെൻഷൻ വരത്തില്ല. പക്ഷേ ഫ്ലൈറ്റിൽ എങ്ങനെ ആയിരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അതെന്തെങ്കിലും ഇപ്പം നമ്മൾ ബാലി എത്താറായി, ആ ഒരു ടെൻഷൻ മാറി കിട്ടി. അങ്ങനെ കണ്ടോ, ഞാൻ പറഞ്ഞ വ്യൂ ഉണ്ട്, അടിപൊളി വ്യൂ അല്ലേ. ചേട്ടൻ നമ്മളങ്ങനെ ഗൈസ് ബാലി
നമ്മളങ്ങനെ ബാലി വന്ന് ചാടിയിട്ടുണ്ട്. ഇച്ചിരി താമസിച്ചാൽ നമ്മൾ ബാലിയിലെത്തി. അപ്പം നമ്മുടെ ടാക്സി ചേട്ടൻ ഇവിടെ എവിടെയോ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാലി എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. കണ്ടോ, കിടിലൻ എയർപോർട്ടാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. കമ്പയറിങ് ടു നമ്മുടെ കോലാലംപൂർ വെച്ചുകൊണ്ട് സ്വർഗ്ഗമാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടനെ ടാക്സി ചേട്ടനെ നോക്കി നിൽക്കുകയാണ് നമ്മൾ. അപ്പം അത് കഴിഞ്ഞാൽ അവൻ്റെ ബാക്കി നോക്കട്ടെ, ചേട്ടനെ തപ്പി നോക്കട്ടെ കേട്ടോ. ടാക്സി ചേട്ടനെ കണ്ടുപിടിച്ചു. ആണ്ടേ ഇയാളെ പോകുന്നു അല്ലല്ലോ, വേറെ ആളാണ്. ചേട്ടന് ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്. ചേട്ടനെ തപ്പിയാണ് നമ്മൾ വരുന്നത്. നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്തായാലും. ഇവിടെ ഒന്നും കാണുന്നില്ല നമ്മുടെ ചേട്ടനെ. എടി നോക്കിയൊരു പേര് വല്ലതും ഉണ്ടോ? ടിപ്പിക്കല് ബാലി അലി കുറച്ച് ടെൻഷനാണ്. ഇനി നമ്മൾ പിക്കാൻ വരത്തില്ലേ പുള്ളി, ഇനി നമ്മൾ പോസ്റ്റ് ആവുമോ എന്നൊക്കെ ടെൻഷനായിരുന്നു. എന്തായാലും ആലോക്കാർ നമുക്ക് അറേഞ്ച് ചെയ്താണ്. അപ്പം എന്തായാലും കാണും എന്നറിയാമായിരുന്നു. ഇനി നമ്മളുടെ ഫോട്ടോ എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്, നമ്മളെ മനസ്സിലാവുമോ എന്നൊക്കെയാണ് ടെൻഷൻ. എന്തായാലും നമ്മളിങ്ങനെ കുറേ പോയി ലാസ്റ്റ് എത്താറായപ്പോൾ നമ്മൾ ചേട്ടനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ഒരു ബോർഡ് കണ്ടു. കിട്ടിയോ? ആ അവസാനം നമ്മുടെ ചേട്ടൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഗൈസ്. നമ്മുടെ ചേട്ടൻ നമ്മുടെ ചേട്ടൻ നമ്മൾ കണ്ടുപിടിച്ച. ഓക്കെ ഓക്കെ, നമ്മളെ വിളിച്ചോണ്ട് പോവുകയാണെ കണ്ടിട്ട്. ചേട്ടൻ നമ്മളെ ഹോട്ടലിലോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഗൈസ്. നമ്മളങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാലിയാണ്, നല്ല തിരക്കാണ്. ടൂറിസ്റ്റിൻ്റെ നല്ല മെയിൻ കേന്ദ്രമാണിത്. അതുപോലെ തിരക്കാണ്. നല്ല വൃത്തിയുള്ളൊരു എയർപോർട്ടാണ് നോക്കിയിട്ട് കണ്ടത്. നമ്മുടെ ബാഗേജൊക്കെ കൊണ്ടുപോകാണ്. ഇത് നമ്മുടെ മീനാക്ഷിക്കൂടെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മീനാക്ഷി എല്ലാം കണ്ട് കാഴ്ചയൊക്കെ കണ്ടിരിക്കുകയാണ് മീനാക്ഷി. അയാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാലിയിൽ കൂടെ. ചേട്ടൻ്റെ വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു നമ്മളെ. ഇതല്ല, ഇവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ചേട്ടൻ എന്തോ മാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, മാല ഇടിച്ചുള്ള പരിപാടിയാണ്. ഇവിടുത്തെ വെൽക്കം സെറ്റപ്പാണ്. നിനക്കെടുക്കും ഇവിടുത്തെ ഒരു അമ്പലത്തിന് ഫ്രണ്ടിൽ മാലയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ആ ഉണ്ട് കണ്ടോ, അച്ഛന് മാല ഇട്ടിട്ടുണ്ട്. നമ്മുടെ വാവക്കുട്ടനും മാല ഇടുന്നുണ്ട്. ഒരു വെൽക്കം സെറ്റപ്പാണ് ഇവിടുത്തെ മാല ഇടുന്ന ഒരു പരിപാടി. നമ്മുടെ അലോക് ട്രാവൽസ് ആണ് നമ്മുടെ മാല ഇടാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് എന്നെ ഇടുന്നുണ്ട്. എനിക്കും മാല ഇട്ട് ഞങ്ങളിങ്ങനെ ഹോട്ടലിലോട്ട് പോകാൻ പോവാണ്. ടൊയോട്ട ഫോർച്യൂണറിന്റെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭാഗ്യമുള്ളത് ഫോർച്യൂണറിന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു ഗൈസ്. ഫോർച്യൂണറിന്റെ കുഞ്ഞിനെ ഫ്രണ്ടിൽ കാണാൻ ലോഗോ ഒക്കെ പറ്റും. ഞാൻ ഓർത്ത് വേറെ രണ്ട് ബ്രാൻഡാണ്. പിന്നെ വീലെ കണ്ടപ്പോൾ മനസ്സിലായി സംഗതി ടൊയോട്ടയാണ്. ഫോർച്യൂണറിന്റെ കുഞ്ഞാണ് ഗൈസ്, ഫോർച്യൂണറിന്റെ കുഞ്ഞ്. ഞങ്ങളങ്ങനെ നമ്മുടെ ഇന്തോനേഷ്യ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോവാം. വഴിയൊക്കെ നല്ല കിടിലൻ വഴിയാണ്, നല്ല സൂപ്പർ വഴി. നമ്മുടെ ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി വഴിയാണ്. വേണ്ട മറ്റേ സാധനം വേണ്ട, ഒരു സാധനം അത് ഇവിടെ അല്ലേ ഫാസ്റ്റാഗ്. ഇവിടെ തന്നെ ഒരു കാർഡ്, അവരുടെ ക്രെഡിറ്റ് കാർഡ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകുന്നു. നമ്മുടെ അണ്ണൻ ചെയ്യുന്നുണ്ടോ, കാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കും. ആരും കൗണ്ടറിലും ഇല്ല, ഒന്നുമില്ല, ഫാസ്റ്റാഗും ഇല്ല. നല്ല പരിപാടിയല്ലേ. നമ്മുടെ അവിടെ ഫാസ്റ്റാഗ് 2000 റീചാർജ് ചെയ്യണം. നമ്മൾ കാർഡ് വെച്ചാൽ പരിപാടി ഓക്കെ. ഡിന്നർ ബാലി സ്പെഷ്യൽ ഡിന്നറാണ്. എന്തൊക്കെയാണെന്ന് അറിയില്ല, ഇവരിവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനമാണ്. ആയിക്കോട്ടെ. നമ്മുടെ ചെറിയ ജാഗർ ബോംബും ഉണ്ട്.